എനിക്ക് പറയാനുണ്ട്, പാട്ടുകാരൊക്കെ അല്പം ജ്യോതിഷം പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് വേണം പാടാനും അതുമായി പ്രവർത്തിച്ചു പോയത്. അതുകൊണ്ടാണ് ഇപ്പം ഈ സംഗതികളൊന്നും ആയിരിക്കും മനസ്സിലാവാത്തത്. സംഗതികളെന്താ? ഇപ്പൊ സോളാർ സിസ്റ്റത്തിൽ സൗരയൂഥ സിദ്ധാന്ത പ്രകാരം ഇതാണ് സൂര്യൻ, ഇതാണ് സൂര്യൻ, തമ്പുരുശ്രുതിയാണ് സൂര്യൻ. സൂര്യക്ഷേത്രം പഞ്ചമം ചന്ദ്രക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ സൂര്യനെ, ഈ തേജസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ പാടുന്നത്. ഈ സൂര്യനെ കറങ്ങുന്ന ഒരു ഗ്രഹമാണ് ഞാൻ. ഈ ഗ്രഹത്തിനെ കറങ്ങുന്ന 2-3 ഉപഗ്രഹങ്ങളുണ്ട് എൻ്റെ കൂടെ. പുരുഷ ഭാവമുള്ള മൃദംഗവും സ്ത്രൈണഭാവമുള്ള വയലിൻ, അതേപോലെ തന്നെ ഘടം. ഈ പുരുഷ സങ്കല്പ വലത് ഭാഗം, മറ്റത് ഇടതാണ്. നമ്മുടെ ഭാര്യ നിൽക്കുന്നത് ഇടത് ഭാഗത്താണ്, നമ്മുടെ ഹാർട്ട് ഇടത് ഭാഗത്താണ്. അപ്പൊ സ്ത്രൈണഭാവമാണ് ഈ ഇടത് ഭാഗത്ത്. അതുകൊണ്ടാണ് ഈ വയലിന് ഇടത് ഭാഗത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ മൊത്തത്തിൽ ബാലൻസ് തെറ്റിപ്പോകും. അപ്പൊ ഇതൊക്കെ ഈ ജ്യോതിഷമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സംഗതി ശരിയായിട്ടില്ല എന്നൊക്കെ ശരത്തൊക്കെ പറയുന്നില്ല. എന്താണ് ഈ സംഗതി? ജനത്തിനൊന്നും അറിയില്ല. ഷാർപ്പ്, ഫ്ലാറ്റ്, എന്തായി ഫ്ലാറ്റ്, ടെമ്പോ. പക്ഷെ ഒരു കാര്യത്തിൽ എന്താ നമുക്ക് സന്തോഷിക്കാം, ഈ മ്യൂസീഷ്യൻസ് മാത്രം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു. അതാണ് സത്യം. എല്ലാവർക്കും അറിയാം ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംഗതികൾ. എന്താണ് ഷാർപ്പ്? അതും കൂടെ അവര് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കടപ്പാടാണ് ജഡ്ജസിന്റെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് ഈ ജ്യോതിഷത്തിനെ കുറിച്ചിട്ട് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആധാര ഷഡ്ജം, ദാറ്റ് ഈസ് ഈക്വൽ ടു സൂര്യൻ. പാവന ഗുരു അത് കറക്റ്റ്, അതാണ് അതിന്റെ ശരിക്കും ശ്രുതി. അല്ലെങ്കിൽ ഈ ശ്രുതിയും വെച്ചിട്ട് പാവന ഗുരു പവന ഗുരു ഇങ്ങനെ പാടിയാൽ അത് ഷാർപ്പായി. ഇതിൽ നിന്നും എത്രയോ അകന്ന് പോവാണ്. പാവന ഗുരു എന്ന് പറയും, പാവന ഗുരു പവന പുരാധി, അത് ഫ്ലാറ്റാണ്. പിന്നെ സംഗതികൾ, ഇതൊക്കെ സിനിമാലിയിൽ നമ്മളൊക്കെ കാണുന്ന ഒരു കൊട്ടയിലൊക്കെ സംഗതികൾ കൊണ്ടുവരിക, നിങ്ങളെല്ലാരും കണ്ടതായിരിക്കും. പാവന ഗുരു പവനപുര, അതാണ് സംഗതി. പാവനപുരാധീശമാശ്രയേ, അത് പാവനപുരാധി, അത് സംഗതികൾ. പിന്നെ ടെമ്പോ. അപ്പൊ ടെമ്പോ എന്ന് പറഞ്ഞ സ്പീഡാണ്. നമ്മുടെ ഒരു കൊടുക്കുന്ന ഈ ഒരു ഋതം പാവന ഗുരു പവന ഭൂ ഇങ്ങനെ പാടിയാൽ ടെമ്പോ കൂടി. കൊടുത്തിരിക്കുന്ന താളത്തിനും കൊടുത്തിരിക്കുന്ന ശ്രുതിയെയും ആധാരമായി സ്വാംശീകരിച്ചും കൊണ്ടാണ് നമ്മൾ പാടേണ്ടത്. ഇതൊക്കെ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കണമെങ്കിൽ അല്പം ഈ ജ്യോതിഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഷഡ്ജവും പഞ്ചമവും ഋഗമധനി എല്ലാറ്റിനും ഈ 2 ക്ഷേത്രങ്ങളാണ് അല്ലേ. അപ്പൊ 2 വരുമ്പോൾ നമ്മുടെ ചതുശീർഷവും ശുദ്ധരീഷവും, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, ശുദ്ധദൈവതം, ചതുശ്രീദൈവതം, കൈശീനിഷാദം, കാകലനിഷാദം, എല്ലാം 2ആണ്. അപ്പൊ 5, 2, 10, 10ഉം ഷഡ്ജവും പഞ്ചമവും 12. ജ്യോതിഷമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. പിന്നെ ഒരു 2 കരിങ്കാലികളുണ്ട്, രാഹു കേതു. അങ്ങനെ വരുമ്പോൾ 16 വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന 12 സ്വരങ്ങളിലുള്ള 7 സ്വരങ്ങൾ. അങ്ങനെയാണല്ലോ രാഗമേളങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സരീ, ഇപ്പോ ചില നാട്ട സരീ ഗമ പദനി ഷഡ്ശ്രുതിരിഷഭം എന്ന് പറയുന്നത് സാധാരണ ഗാന്ധാരത്തിന് തുല്യമാണ്. അപ്പൊ രാഹുവും കേതു അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുകയും സ്വയം പാടുകയും മറ്റുള്ളവരെ രസിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ. അല്ലാതെ ഒന്നും കഴിയില്ല. ഞാനിപ്പോ ഐഡിയ ശാസ്ത്രത്തിൽ എത്രയോ പേരുണ്ട്, ഒരു കാര്യമില്ല. ഞാൻ പറയാതിനെ മിമിക്രി എന്നാ പറയാ. ദാസേട്ടൻ പാടിയ പാട്ട് അതേപോലെ എടുത്ത് പാടുക, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു മിമിക്രി.
ഉഷാവുദ്ദീപിനെ പോലുള്ള ജഡ്ജസ് ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എന്റെ തോന്നിച്ച. കാരണം മലയാള ഭാഷ ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക്, പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയല്ലാതെ എന്താണ് ഭാഷയുടെ ഒരു സൗകുമാര്യത അളക്കാനുള്ള ഒരു മെഷർമെന്റും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ക്യാമറമാനായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു ഇക്കാര്യത്തെ കുറിച്ച്. അദ്ദേഹത്തിന് വളരെയധികം നേരത്തെ എന്നോട് പറഞ്ഞു, വളരെ ഇഷ്ടപ്പെട്ടു മാഷ, ആ ഒരു നോട്ട് ചെയ്ത് സാധനം വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യമാണ്. ഈ ഒരു ഗാനരചയിതാവിരിക്കണം. ഗാനരചയിതാവിരുന്നെങ്കിൽ മാത്രമേ അതിന്റെ സൗകുമാര്യത അളക്കാൻ നമുക്ക് പറ്റൂ. മിക്കവാറും നമ്മളെ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ഭാഗത്തുള്ള കലാകാരന്മാർ മിക്കവാറും ഒരു 10-12 എപ്പിസോഡ് ആകുമ്പോഴേക്കും പുറന്തള്ളപ്പെടുകയാണ്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സ്ലാങ് ശരിയല്ല. ഏറെക്കുറെ ശരിയാണ്. നീ വരുമോ എന്നുള്ള ഒരു പദം, നീ വരുമോ, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, ട്രിവാൻഡ്രം ഭാഗത്തുള്ള ഗായകൻ പാടുന്നു നീ വരുമോ. നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുള്ള കലാകാരന്മാർ പാടുന്നു നീ വരുമോ. അപ്പൊ അത്തരം സ്ലാങ്ങുകൾ ശരിയല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ശരിയാണ്. പക്ഷെ എങ്കിലും ജനുവനായിട്ട് കഴിവുള്ള ആ ജ്ഞാനത്തെ അളക്കാനുള്ള ഒരു മെഷർമെന്റ് അവിടെ ഇല്ല. അതിന് പകരം ഒരു ഗാനരചയിതാവും കൂടി ഇരിക്കുക ഭാഷയുടെ സൗകുമാര്യത അളക്കാൻ. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഒരു 4 വരി എഴുതുന്നു. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ശരത്തിനെ പോലുള്ള മഹാപ്രതിഭാശാലികളായിട്ടുള്ള സംഗീത സംവിധായകന്മാർ 4 സെക്കൻഡ് കൊണ്ട് അതിന് വീണ കൊടുക്കും. ആ കൊടുക്കുന്ന താളത്തിന്റെയും രാഗത്തിന്റെയും തോത് അനുസരിച്ചായിട്ടാണ് പാർട്ടിസിപ്പന്റിന് കൊടുക്കുക. ഈ കമ്പോസ് ചെയ്തിരിക്കുന്ന ഉരുപ്പടി പാർട്ടിസിപ്പന്റിന് കൊടുക്കുക. അവൻ അത് കൊടുത്തിരിക്കുന്ന രാഗത്തിന്റെയും താളത്തിന്റെയും തോതെടുത്ത് ഇംപ്രവൈസ് ചെയ്ത് സെൽഫ് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത് പാടുമ്പോഴാണ് അവനിലുള്ള സംഗീതജ്ഞാനത്തെ അളക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് നിലനിൽക്കാത്തത്. ജന്മനാൾ വാസനയുള്ള ഒരു കലാകാരനെ കണ്ടെത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ്. 2 കോടി വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. കോടാനുകോടികളുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടാനുള്ള ഐഡന്റിഫിക്കേഷനാണ് ഓരോ ഗായകൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇവര് സീസൺ എന്ന് പറയാം. ഒരു സീസണിൽ ആദ്യത്തെ സീസണിൽ ഇറങ്ങിയിരിക്കുന്ന സംഗീതം ഇപ്പൊ ആർക്കും ഓർമ്മയില്ല. 2ാമത്തെ സീസണിൽ ഇറങ്ങിയിരിക്കുന്ന നജീമിനെ മറന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ സീസണിൽ ഇറങ്ങിയിരിക്കുന്ന വിവേകാനന്ദന് ഇപ്പൊ ഇല്ല. 4ാമത്തെ ജോബി. ഇങ്ങനെ ഓരോ സീസണിലും ഇറക്കുക. അതുകൊണ്ട് അവരങ്ങനെ പറയാം ഇനി അടുത്ത സീസണിൽ ഒരാൾ വരാണ്ടത്. ആ 1-2 കൊല്ലം ഇങ്ങനെ പുഷ്പിച്ചു നിൽക്കും. എന്നാലും ഒരു ദാസേട്ടൻ ആവാൻ നമുക്ക് പറ്റുന്നില്ല. ഒരുപാട് സഫറിങ്, കഷ്ടപ്പെടണം, ഒരുപാട് കഷ്ടപ്പെടണം. ഈ വാഗ്ദാനങ്ങളുടെ പുറകെ പോയിട്ട് കഷ്ടപ്പാടുകൾ മറക്കുന്നു എന്നുള്ളതാണ് സത്യം. സത്യമാണ്. എനിക്ക് പറയാതിരിക്കാൻ നിവർത്തില്ല. ഞാൻ തുറന്നടിക്കുന്ന കൂട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ മുമ്പിലേക്ക് ശ്രോതാക്കൾ ക്ഷമിക്കുക. വളരെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കലാകാരന്മാർ ഇതുപോലെ പിള്ളം തള്ളപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സ്വാംശീകരിച്ച് പഠിക്കാനുമുള്ള ഒരു സ്ഥാപനവും അധ്യാപകനും. വെറുതെ ഫീസ് വാങ്ങിക്കുക, 4 ആഴ്ച പോയി അടുത്ത ശ്രീകണ്ഠനാഥ സിന്ദൂര വർണ്ണ കഴിഞ്ഞു നിന്നോ കോരി തീർന്നു, പഠനം തീർന്നു. പിന്നെ അടുത്ത യൂത്ത് ഫെസ്റ്റിവലിൽ മത്സരിച്ച ഒരു കീർത്തനം, അത് പൊളിഞ്ഞു പോയ അതോടുകൂടി പഠിത്തം. അങ്ങനെയല്ലാത്ത ഇതിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കാനോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബ്ദത്തിൽ നിന്നാണ് ശബ്ദത്തിൽ നിന്നാണ് സത്തം ഉണ്ടായിരിക്കുന്നത്. ശബ്ദമാണ് ആദ്യത്തെ ബ്ലാസ്റ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ബ്ലാസ്റ്റിംഗ് ആണ്. ഓംകാരത്തിൽ നിന്നാണ്. ഓംകാരം ഇതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാ മതവിഭാഗങ്ങളുടെ എല്ലാ ആർഷിക ഗാനങ്ങളും എടുത്തിരിക്കുന്ന ഇതാണ്. നിസരി നിസരി സരി നീ ഉദാത്തം അനുദാത്തം സ്വരിതം അനുദത്തമുദത്ത സ്വരിത പ്രചയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം എന്നാണ് പറഞ്ഞത്. സരി മാപനി പമരിസനി മപനി സരി. അപ്പൊ ഉദാത്തം അനുദാത്തം സ്വരിതം നീ സരി സരി നീ സരി നീ സരി സരി സ. ഓം ഭൂർഭുവസ്വഃ സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലുള്ളാഹ്. ഈശോ വിജയക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും. ഇതൊക്കെ ഓംകാരത്തിൽ നിന്ന് പോയതാണ്. പിന്നെയാണ് 2 സ്വരങ്ങൾ കൂടി 5 സ്വരങ്ങൾ. സാമഗാനങ്ങൾ മുഴുവൻ പാടിയിരിക്കുന്നത് 5 സ്വരങ്ങൾ കൂടിയാണ് പറഞ്ഞത്. പിന്നെയും നമുക്ക് ഒരേ ആവർത്തന രീതി മടുത്തപ്പോഴും വീണ്ടും കണ്ടുപിടുത്തങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് മാപ്പ എന്ന സ്വരം കൂടി സരിഗമ
പധനി ഒക്ടേവ്, ഒരു സ്ഥായി, അതൊരു സ്ഥായിയായി ഒക്ടേവ് എന്ന് പറയും. മിഡിൽ ഒക്ടേവ്, അതേപോലെ തന്നെ ബേസ് ഒക്ടേവ്, അത് താരസ്ഥായി, അതിതാരസ്ഥായി. 4 ഒക്ടേവ്. നമുക്ക് 4 ആഴ്ച കൂടുമ്പോൾ ഒരു മാസമായി, 12 മാസം കൂടുമ്പോൾ ഒരു ആണ്ടായി. അതുപോലെ തന്നെയാണ് ഇതും. സരിഗമപദനിസ സരിഗമപദനിസ. ഞായർ, അടുത്ത ഞായർ വരെ, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ആണ് പറയുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വയലറ്റ്, ഗംഗേ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, കൃഷ്ണ, കാവേരി, ഗംഗ, എല്ലാം സപ്തമാണ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. വെറുതെ പഠിച്ചത് കൊണ്ട് കാര്യമായി. അപ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് പൊല്യൂഷൻസ്, മെന്റൽ പൊല്യൂഷൻസ്, നമ്മുടെ റോഡരികിലെ മാത്രമല്ല, തോട്ടുവക്കത്ത് മാത്രമല്ല, പുഴയരികിലെ മാത്രമല്ല, നമ്മുടെ മനസ്സിലാണ് ഒരുപാട് ജീർണിച്ച അംശങ്ങളുള്ളത്. ഇതൊക്കെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് കല കൊണ്ട് സാധിക്കും, സംഗീതം കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടെററിസം പോലും ഒരു പക്ഷേ ദൂരീകരിക്കാൻ ഈ കല കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കലിയെ അകറ്റുന്നതാണ് കല എന്ന ഒരു നിർവചനം നമുക്ക് കൊടുക്കാം. ഞാൻ ഇത്രയും പറയാൻ കാരണം ഒരുപാട് സംഗീത പ്രേമികൾ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവരൊക്കെ ഒരു പക്ഷേ ഇതിലുണ്ടായിരിക്കാം. അവർക്കൊക്കെ ഇതൊരു ഉപദേശമായിട്ട് കണക്കാക്കരുത്, എൻ്റെ ഒരു ആഗ്രഹമായിട്ട് കണക്കാക്കിയിട്ട് അത് ഒന്ന് ഫോളോ ചെയ്താൽ ഒരുപാട് മക്കൾ, അവർക്കൊന്നും ഒരു ദുരുദ്ദേശവും അവരുടെ മനസ്സിലുണ്ടാവില്ല. അച്ഛനെ അനുസരിക്കും, അമ്മയെ അനുസരിക്കും. ശ്രുതി മാതാ ലയം പിത എന്നാണ്. ശ്രുതി അമ്മയും ലയം അച്ഛനുമാണ്. ഇപ്പൊ ശ്രുതി മാതാ ലയം പിത. നമ്മെ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ളത് അമ്മയോടാണ്. എന്ത് കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ ആൺമക്കളായാലും പെൺമക്കളായാലും നേരെ പോയി പറയുന്നത് അമ്മയുടെ അടുക്കാണ്, ശ്രുതിയാണ്, ശ്രുതി മാത. അച്ഛൻ്റെ അടുക്ക് പോയ താളം കിട്ടും, ലയം. അപ്പൊ ഇത് അനുസരിച്ച്, അച്ഛനെ അനുസരിച്ച്, അമ്മയെ അനുസരിച്ച് ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു മനസ്സും കെട്ടുറപ്പും കുട്ടികൾക്കുണ്ടാവും. അവർ ഒരു തോന്നിയ വരെ ചെയ്യില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കിയാൽ കുറ്റവാളികളെ ലിസ്റ്റ് എടുത്ത് നോക്കി ഒരൊറ്റ സംഗീതക്കാരൻ അതിലുണ്ടാവും, വളരെ പൂർവ്വമായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാര്യം ഇതാണ്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതും, മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ പറയാൻ പാടില്ലാത്ത പ്രവൃത്തി, വാക്കുകളോ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾക്കും നാം അടിമകളാകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉടമകളായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലത് വേണം. അതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയുന്നത്. നമ്മളൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ടാണ് ഒക്കെ ഒരുപാട് എത്ര ദുർമരണങ്ങളാണ് നടക്കുന്നത്, എത്രയോ ആക്സിഡന്റ്, എത്രയോ കുഞ്ഞു മക്കൾ, ഒന്നും അറിയാത്ത ആരും ഒരു ദ്രോഹം ചെയ്ത മക്കളാണ് മരിച്ചു വീഴുന്നത്. എപ്പോഴും നമുക്ക് ദുഃഖം പ്രകൃതി തരിക. പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മളൊക്കെ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കോഴി ഇങ്ങനെ ചെക്കിച്ച് കഴിഞ്ഞിട്ടാണ് കൊത്തി തിന്നുന്നത്, ഭക്ഷണം കൊത്തി തിന്നുന്നത്. അത് ഇങ്ങനെ ചെക്കിച്ച് തിന്നുന്നത്, അങ്ങനെ വേണമെങ്കിൽ തിരിഞ്ഞിരിക്കും. അതുകൊണ്ട് സുനാമി പോലുള്ള, എർത്ത് പാക്ക് പോലുള്ള മഹാദുരന്തങ്ങളെ കാലേക്കൂട്ടി മനസ്സിലാക്കി രക്ഷപ്രാപിക്കാൻ അവർക്ക് സാധിക്കുന്നു. സുനാമി വന്നപ്പോൾ കെട്ടിയിട്ട കന്നുകാലികൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടായാൽ നാട് നന്നായി. എവിടെയാണോ താളക്രമം ഉണ്ടാകുന്നത് അവിടെ നാട് നന്നായി. താളം എന്ന് പറഞ്ഞ ക്രമമാണ്, 1 2 3 4 ക്രമമാണ്. ഇത് തെറ്റുമ്പോഴാണ് അക്രമം ഉണ്ടാകുക. മൊത്തത്തിൽ നമ്മുടെ വീട്ടിലായാലും ഗ്രാമത്തിലായാലും സംസ്ഥാനത്തായാലും രാജ്യത്തുടനീളം ലോകം ഒട്ടുക്കും പൈശാചികമായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങളെ കെട്ടി നിർത്താൻ ആളെ ബോധം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാം.